എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഒരു ചുരിദാർ ഡിസൈനിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പം അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു കളർ എന്ന് പറഞ്ഞൊരു പീച്ചിലൊക്കെ പെട്ടിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പം എനിക്ക് പീച്ച് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ചുരിദാർ എടുക്കാൻ പോകുമ്പോൾ ഏത് കളറും പറ്റില്ല, ലാസ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്ത ഈ ഒരു കളറിൽ തന്നെ കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇത്തവണ നമ്മളിപ്പോൾ ഈ ഒരു കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഇഷ്ടമാവണുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അത് എടുത്തിട്ടു. അപ്പോൾ ഇതിനൊരു മീറ്ററിന് 200 രൂപയാണ് കേട്ടോ. പിന്നെ പാൻറ്റിനും ടോപ്പിനും നമ്മൾ ഇതന്നെ എടുത്തത്. അപ്പോൾ 2.5 മീറ്റർ നമ്മൾ ടോപ്പിനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റിന് 2 മീറ്ററും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ലേസാണ് നമ്മൾ മിററൊക്കെ ആയിട്ട് ഉള്ള ഒരു ലേസ് ഉണ്ടാവില്ല, അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താഴ്ത്തും നമ്മൾ സ്ലീവിലും വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഷോൾ എടുത്തിട്ടുണ്ടായില്ല, പിന്നെ എടുക്കുക ഷോൾ എന്നുള്ള രീതിയിൽ നമ്മൾ പോര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശരിക്കും ഒരു പെടലി പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷോളും നമുക്ക് ഈ ഒരു ക്ലോത്തിൽ തന്നെ എടുത്തിട്ട് നമുക്കിതുപോലത്തെ മിറർ തന്നെ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഷോൾ എടുത്തത് എന്താ ലാസ്റ്റ് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെച്ച് നോക്കണതെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് കളർ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ക്ലോത്തിന് ഉണ്ടാകുന്ന ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഷോ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറിൽ തന്നെ ഒരു വേരിയേഷനും വരുന്നുണ്ട്. ഞാനിപ്പോൾ വെച്ച് കൊടുത്തത് ലൈറ്റ് വയലറ്റ് കളറിലായിട്ടാണ് ക്രേപ്പിൻ്റെ ലൈനിങ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്കിപ്പോൾ ഇതിനൊരു 1150 അത്രയ്ക്ക് റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. പാൻറ്റിനും ടോപ്പിനും ലേസും എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിലും താഴെയായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇതേ കളറിൽ തന്നെ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഒരു റെഡിമെയ്ഡ് ചുരിദാർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ എടുത്തത് ഈ ഒരു കോമ്പിനേഷനായിട്ട് ഒരു ഷോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ കോമ്പിനേഷൻ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് കട്ടി കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് ഇടുമ്പോഴൊക്കെ ഒരു സുഖം കിട്ടുന്നില്ല. ഒരു കുറച്ച് കുഴഞ്ഞതാകുമ്പോഴല്ലേ നമുക്കൊരു ഇത് കുറച്ചുകൂടി കട്ടി തോന്നുന്നുണ്ട്. കാരണം നമുക്കൊരു ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാ. പിന്നെ വേറൊരു ഷാളും കൂടി നമ്മൾ ഇതിലേക്ക് വേറെ ഇത് നോക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിട്ട് ഇടാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നല്ല രസമുള്ള ക്ലോത്താണ്. അപ്പം ഇതും അപ്പം ആ ഒരു വയലറ്റ് ഷോളിന് വരുന്നത് 700 ചില്ലറ തന്നെയാണ് റേറ്റ് വരുന്നത്. ഏതായാലും വീഡിയോസ് എടുക്കില്ല എന്നാൽ പൂവൊക്കെ പിടിച്ച് നിന്ന് സ്റ്റൈലായിട്ട് നിൽക്കിട്ടാന്ന് പറഞ്ഞിട്ട് വീഡിയോസിൽ പൂവൊക്കെ കൊടുന്ന് കയ്യിൽ തന്നതാണ് കേട്ടോ. അപ്പൊ അതും പിടിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഷോളും നമ്മൾ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ക്ലോത്ത് എടുത്തിട്ട് തന്നെ നമ്മൾ താഴ്ഭാഗത്തായിട്ട് ലേസ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ ഇതിനൊരു 500 ചില്ലറയാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിന് വരുന്നത്. പിന്നെ ലേസിന് 200 ചില്ലറ, അങ്ങനെയൊക്കെ ആയിട്ട് 700 ചില്ലറ തന്നെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.